ദിമിത്രിയസ് ജോൺസൺ, സ്പീഡ്, പ്രിസിഷൻ, പെർഫെക്ഷൻ, ഇതുമൂന്നും ചേർന്നതായിരുന്നു മൈറ്റി മൗസ് എന്ന ദിമിത്രിയസ് ജോൺസൺ. ഒരു UFC ചാമ്പ്യനായിരുന്നുവെങ്കിലും UFCയോ ഫാൻസോ അദ്ദേഹത്തെ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. വർഷങ്ങളോളം MMA ലോകം അദ്ദേഹത്തെ അവഗണിച്ചു. വിവാദങ്ങൾക്കോ ട്രാഷ് ടോക്കുകൾക്കോ അയാൾ പോകാറില്ലായിരുന്നു. ഹംബിൾ ഹ്യൂമൻ ബീയിങ്. പുറത്തിങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും ഒക്ടഗണിൽ കയറിയാൽ അയാളുടെ മട്ടും ഭാവവും മാറും. ഒരു അജയ്യനായിരുന്നു അദ്ദേഹം ഒക്ടഗണിൽ. കെൻഡക്കിയിൽ ജനിച്ച് വാഷിംഗ്ടണിൽ വളർന്ന ജോൺസന്റെ ചെറുപ്പകാലം വളരെ വിഷമകരമായിരുന്നു. കേൾവിശക്തിയില്ലാത്ത അമ്മയും ക്രൂരനായ രണ്ടാനച്ഛനും. പക്ഷേ ജോൺസൺ ഒരിക്കലും അതിൽ പരിഭവിക്കുകയോ പരാതിപ്പെടുകയോ ചെയ്തിട്ടില്ല. ജീവിതത്തിന്റെ പരീക്ഷണങ്ങൾ അയാളെ ഒരു പോരാളിയാക്കി മാറ്റി, ഒരു ചാമ്പ്യനാക്കി. വലുപ്പമേറിയ ആളുകളുടെ ഫൈറ്റ് ലോകത്തെ 5 അടി 3 ഇഞ്ച് ഉയരവുമായി എത്തിയ ജോൺസൺ അവർക്കൊപ്പമെത്താൻ വ്യത്യസ്തനും സ്മാർട്ടുമായി മാറി. വെറും ഒരു റെസ്ലറായി തുടങ്ങി പിന്നീട് MMA തന്റെ കൈപ്പിടിയിൽ ഒതുക്കി. അവൻ ചെറുതാണ്, ഇവനൊന്നും ഒരിക്കലും ഒരു വലിയ താരമാകില്ല. ഫ്ലൈ വെയ്റ്റ് പോരാട്ടങ്ങൾ ഏറ്റവും ബോറിംഗ് ആണ്. 2012 UFC പുതിയ ഫ്ലൈ വെയ്റ്റ് ഡിവിഷൻ ആരംഭിച്ചപ്പോൾ എല്ലാവരും ജോൺസനെ പുച്ഛിച്ചു. ഇതിനൊക്കെ മറുപടി അയാൾ റിംഗിൽ കാണിച്ചു കൊടുത്തു. ആദ്യ വർഷം തന്നെ ജോൺസൺ ഫ്ലൈ വെയ്റ്റ് ചാമ്പ്യനായി. തുടർന്നുള്ള 6 വർഷം ഫ്ലൈ വെയ്റ്റ് ഡിവിഷനിലെ എല്ലാ എതിരാളികളെയും നിഷ്പ്രഭമാക്കി ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കി. 11 ടൈറ്റിൽ ഡിഫൻസുകൾ, തോൽവികളില്ല, വെല്ലുവിളികളില്ല. അയാൾ ആ ഡിവിഷനിലെ മറ്റ് സൂപ്പർ ഫൈറ്റേഴ്സിനെ സാധാരണ ഫൈറ്റേഴ്സ് ആക്കി മാറ്റി. ഫ്ലൈ വെയ്റ്റ് ഡിവിഷനിലെ മികച്ച സ്ട്രൈക്കറായിരുന്ന ജോൺ ഡോഡ്സനെ കീഴടക്കി. ജോസഫ് ബെനവേഡസിനെ തോൽപ്പിച്ചുകൊണ്ട് താൻ ഇവർക്കൊക്കെ ഒരുപടി മുകളിൽ ആണ് എന്ന് കാണിച്ചു കൊടുത്തു. തനിക്കെതിരെ UFC കൊണ്ടുവന്ന ഹെൻറി സുഹൂഡയെ 2 മിനിറ്റുള്ളിൽ തോൽപ്പിച്ച് നാണം കെടുത്തി. ഭാവിയിലെ ഡബിൾ ചാമ്പ്യനായിരുന്ന സുഹൂഡയ്ക്ക് ഒരു റൗണ്ട് പോലും ജോൺസന് മുമ്പിൽ പിടിച്ചു നിൽക്കാനായില്ല. പക്ഷേ വിജയങ്ങളെക്കാൾ അയാളെ ചരിത്രത്തിൽ അടയാളപ്പെടുന്ന ദ മൈറ്റി വിസ്ബാർ എന്ന അപൂർവ സബ്മിഷൻ ആയിരിക്കും. ഒരു സിപ്ലക്സ് മിഡ് എയറിൽ നിന്നും കൺവേർട്ട് ചെയ്ത് ആംബാറാക്കുക. ലോകം അത്ഭുതപ്പെട്ട നിമിഷമായിരുന്നു അത്. പക്ഷേ ഈ വിജയങ്ങളോ പ്രകടനങ്ങളോ ഒന്നും UFCയെ തൃപ്തിപ്പെടുത്തിയില്ല. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച ഫൈറ്റർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അംഗീകാരം കിട്ടണമെന്നില്ല. UFC കോണർ മക്ഗ്രേഗറെയും റോണ്ട റൗസിയെയും ലോകം മൊത്തം ഉയർത്തി കാണിക്കുമ്പോൾ ജോൺസനെ അവഗണിച്ചു. ഒരു ചാമ്പ്യന് കൊടുക്കുന്ന മര്യാദ പോലും അവർ കൊടുത്തില്ല. അങ്ങനെ ആ ദിവസം കടന്നു വന്നു. UFC ഹെൻറി സുഹൂഡയെ കൊണ്ട് ജോൺസനെ തോൽപ്പിച്ചു. ആ സ്കോർ കാർഡ് കണ്ടാൽ അറിയാം സുഹൂഡയാണോ UFC ആണോ ജോൺസനെ തോൽപ്പിച്ചതെന്ന്. 2018 UFC ഒരു ചരിത്രപരമായ ട്രേഡ് നടത്തി. അവർ ദിമിത്രിയസ് ജോൺസനെ 1 ചാമ്പ്യൻഷിപ്പ് എന്ന ഏഷ്യൻ പ്രൊമോഷന് കൈമാറി പകരം ബെൻ ആസ്കറിനെ UFCയിൽ എത്തിച്ചു. ജോൺസനെ അപമാനിച്ചു. പക്ഷേ അയാൾക്ക് അതിലൊന്നും പരിഭവം ഉണ്ടായിരുന്നില്ല. കുട്ടിക്കാലത്ത് ഇതിലും വലിയ പീഡനം അനുഭവിച്ച അയാളെ ഇതൊക്കെ എങ്ങനെ തകർക്കാൻ? തനിക്ക് മുൻപിൽ വന്ന എല്ലാ വെല്ലുവിളിയും അയാൾ 2 കൈയും നീട്ടി സ്വീകരിച്ചു. 1 ചാമ്പ്യൻഷിപ്പിൽ ജോൺസൺ പുതിയ റൂൾസിൽ പുതിയ പോരാളികളെ നേരിട്ടു. അദ്ദേഹം ഫ്ലൈ വെയ്റ്റ് ഗ്രാൻഡ് പ്രിക്സ് വിജയിച്ചു. പക്ഷേ തന്റെ ഏറ്റവും വലിയ വെല്ലുവിളി അഡ്രിയാനോ മൊറൈസ് ആയിരുന്നു. സാധാരണ ഒരു ഫ്ലൈ വെയ്റ്റിനേക്കാൾ വലുപ്പമുള്ള ഫൈറ്ററായിരുന്നു മൊറൈസ്. വർഷങ്ങൾക്ക് ശേഷം ജോൺസന്റെ ആദ്യ തോൽവി, അതും നോക്കൌട്ട്, മൊറൈസിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നു. എല്ലാവരും കരുതി ജോൺസന്റെ കാലം കഴിഞ്ഞു. പക്ഷേ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ജോൺസന് ഇതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. റീമാച്ചിൽ ജോൺസൺ മൊറൈസിനെ തകർത്തു. തന്റെ പ്രിസിഷനും സ്പീഡും എങ്ങും പോയിട്ടില്ല എന്ന് കാണിച്ചു കൊടുത്തു. മൂന്നാമതും ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ജോൺസൺ തന്നെ വിജയിച്ചു. 1 ചാമ്പ്യൻഷിപ്പിൽ മൊയ്തായ് ചാമ്പ്യൻ റോട്ടാങ്ങുമായുള്ള ഒരു മിക്സഡ് റൂൾ മാച്ച് നടത്തി എന്തുകൊണ്ട് MMA മറ്റു ഇൻഡിവിജ്വൽ മാർഷൽ ആർട്സിനേക്കാൾ ഫലപ്രദമാണെന്ന് ലോകത്തെ കാണിച്ചു കൊടുത്തു. ഈഗോയും ട്രാഷ് ടോക്കും പാർട്ടിയുമൊക്കെ നടക്കുന്ന MMA ലോകത്തെ ഏറ്റവും ഹംബിളായുള്ള വ്യക്തിയാണ് ജോൺസൺ. ഡാഗസ്ഥാനിൽ പോയി ഖബീബിനൊപ്പം അയാൾ ട്രെയിൻ ചെയ്യും. തിരികെ വന്ന് തന്റെ എതിരാളിയായിരുന്ന സുഹൂഡയ്ക്കൊപ്പവും അയാൾ ട്രെയിൻ ചെയ്യും. UFC എത്രയൊക്കെ മായ്ക്കാൻ ശ്രമിച്ചാലും ദിമിത്രിയസ് ജോൺസന്റെ ചരിത്രം ഒരിക്കലും മാഞ്ഞു പോകില്ല. കാരണം ദിമിത്രിയസ് ജോൺസൺ ഈ സ്പോർട്സിന് നൽകിയ സംഭാവനകൾ അത്രയ്ക്കും വലുതാണ്.